ഹായ് മൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് വന്നിരിക്കുന്നത് വൈദേഹം എന്ന് പറയുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആശുപത്രിയിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഡോക്ടർ നജീമയായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. ഹായ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ഇവിടെ ആയിട്ട് എത്ര വർഷമായി? ഞാനിവിടെ ആയിട്ട് ഒരു 2 years ആയി. എങ്ങനെ ഇവിടുത്തെ രീതികളൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? നമ്മളിവിടെ നമ്മളൊരു ഹോസ്പിറ്റൽ എന്നുള്ളൊരു ഉപരി ഒരു ആയുർവേദ റിട്രീറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ മോർ ഓവർ ഒരു ട്രീറ്റ്മെന്റ് മാത്രം അല്ലാതെ യോഗ, മെഡിറ്റേഷൻ ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഒരു ഏർലി മോർണിംഗ് യോഗ സെഷൻ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ കുറച്ചൊരു മെന്റൽ ഹീലിംഗ് ഒക്കെ ആയിട്ട് പ്രാണായാമം, മെഡിറ്റേഷൻ ആ രീതിയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പയ്യെ നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളിലോട്ടൊക്കെ കടക്കുവാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഫുൾ ബോഡി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും പിന്നെ ഈവനിങ്ങിലാണെങ്കിൽ നമുക്ക് കൂടുതൽ ഇപ്പം ഡിസ്ക് ബൾജ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കടിബസ്തി, കിഴികൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ശിരോധാര, അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. നമുക്ക് ഡയറ്റ് ആണെങ്കിൽ നമ്മൾ ഷെഫൊക്കെ ആയിട്ട് ഡിസിഷൻ ഒക്കെ എടുത്ത് നമുക്കൊരു ഡയറ്റും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഡയറ്റും ഇതിന്റെ പർപ്പസ് എങ്ങനെയാ മേഡം? ഇത് എങ്ങനെ ഇതിൽ ആളെ കിടത്തിയിട്ട് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ പാത്തി എന്നാണ് പറയാ. ട്രീറ്റ്മെന്റ് ബെഡ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊസീജിയർ ഒക്കെ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത്. ഹെഡ് മസാജ് കഴിഞ്ഞ് നമ്മള് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ ശിരോധാര ചെയ്യുന്ന ധാരച്ചട്ടിയാണ്. നമ്മള് ഓയിലോ എന്താണ് വെച്ച് ശിരോധാര ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിറച്ച് നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ സ്റ്റീം ബാത്ത് ചെയ്യുന്ന നമ്മൾ സിറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതിലിരുന്നാണ് നമ്മൾ സ്റ്റീം ബാത്ത് ഇരുത്തി വീണ്ടും ഡോർ ക്ലോസ് ചെയ്ത് ഇത് എങ്ങനെ ഹീറ്റ് വരുന്നത് നമുക്ക് അതെ വെള്ളം തിളപ്പിച്ച് സ്റ്റീം വന്ന് നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ. പിന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ആണ്. അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത് എത്ര സമയം ഡ്യൂറേഷൻ എത്ര വരും? ഒരു ട്രീറ്റ്മെന്റിന് ഇവിടെ വരുമ്പോൾ എത്ര ദിവസം ഇവിടെ താമസിക്കണമെന്നല്ലേ? നമ്മള് മിനിമം ഒരു 7 days അല്ലെങ്കിൽ ഒരു 14 ദിവസമൊക്കെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. കൂടുതലായിട്ടുള്ള ആരോഗ്യ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. കാലങ്ങളായിട്ട് ബാക്ക് പെയിൻ വന്ന് മാറാതിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ട്? ബാക്ക് പെയിൻ ഉണ്ട്. ബാക്ക് പെയിൻ ആണ് കൂടുതലായിട്ട് ചികിത്സയുള്ളത്. കൂടുതൽ ബാക്ക് പെയിനും പിന്നെ നമ്മളിവിടെ പ്രസവ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയും നമുക്ക് കുറച്ച് അമ്മയും കുഞ്ഞും അങ്ങനത്തെ രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 ഏക്കർ സ്ഥലം തന്നെയുണ്ട്. ഇവിടെ സുഖ ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സ കഴിഞ്ഞ് പോയിട്ട് ആളുകളുടെ ഫീഡ്ബാക്ക് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നു. നല്ല രീതിയിലാണ്. വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ വന്ന് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് എബ്രോഡ് പുറത്തുനിന്ന് ആളുകൾ വരുന്നുണ്ട്. അറബ്സ് വരുന്നുണ്ട്, ഫോറിനേഴ്സ് വരുന്നുണ്ട്. അവരൊക്കെ ആണെങ്കിൽ കൂടുതലും ഇയർലി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. ട്രീറ്റ്മെന്റുകൾ പല രീതിയിലുണ്ട്. പക്ഷേ ആയുർവേദ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അവയർനെസ് നമ്മളുടെ ആളുകൾക്ക് വളരെ കുറവാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ കൂടുതലും അലോപ്പതി ഒക്കെയാണല്ലോ പോകുന്നത്. അലോപ്പതിയും പിന്നെ അതിൻ്റെ ഹോമിയോപ്പതി അങ്ങനെയുള്ള ഇതിലേക്കൊക്കെയാണ് പോകുന്നത്. ആയുർവേദത്തിൽ പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ചികിത്സാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ വൈദേഹം. ഏതായാലും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ ജോൺസൺ ഹിൽ പാലസ്.